വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തിയാട്ടെ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. ശൂന്യം മാരുഭൂസമാനം തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ. എൻ ജീവൻ ശൂന്യം മാരുഭൂസമാനം തങ്കരക്തത്താലെന്നെ ഫലപ്രദമാക്കിയോ. വൻകൃപയ്ക്കായി വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. വൻകൃപകളെ ഓർത്ത്, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. ഉച്ചത്തിൽ പാടാം, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. വാഴ്ത്തിയാണ്ടേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. നൽകി വീണ്ടെടുത്ത നമ്മുടെ വീണ്ടെടുപ്പുകാരനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ. നമ്മളിൽ ആനന്ദം, അവന്റെ വചനം നമ്മളിൽ ചൈതന്യം, അവൻ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നിത്യജീവനിലേക്ക് നയിക്കുവാൻ വന്ന അരുമനാണ്. ഇന്ന് പകലിൽ അവന്റെ സ്നേഹം അനുഭവിക്കുന്നവർ, അവന്റെ കൃപ അനുഭവിക്കുന്നവർ കർത്താവിന്റെ കൃപയ്ക്കായിട്ടൊന്ന് വാഴ്ത്തി തുടങ്ങണം. എന്നിൽ ആനന്ദമേ നാവ ചൈതന്യം നൽകി ആത്മജീവാദായകൻ നിത്യജീവൻ നൽകിയോ. എന്നിൽ ആനന്ദമേ നാവ ചൈതന്യം നൽകി ആത്മജീവാദായകൻ നിത്യജീവൻ നൽകിയോ. വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തുന്നേ, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. വൻകൃപകളെ ഓർത്ത്, വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. ഇന്ന് പ്രഭാതത്തിൽ ചേർന്ന് വാഴ്ത്താം. വൻകൃപയ്ക്കായി ഞാനങ്ങേ വാഴ്ത്തും. ഉച്ചത്തിൽ ചേർന്ന് വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തൻ. ഉച്ചത്തിൽ ചേർന്ന് വാഴ്ത്തുന്നേ,
ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. ചേർന്ന് പാടാമോ? മഹത്വത്തിന്റെ രാജന് മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. എന്റെ ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോ എന്റെ ഭാഗ്യകാലം എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ട്. പറയാമോ? നിത്യമാകുന്ന രാജ്യത്തിൽ അന്ന് ഞാൻ പാടും. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങള. പറയാമോ? നിത്യമാകുന്ന രാജ്യത്തിൽ അന്നു ഞാൻ നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ പാടിയിടും. രാജൻ മുഖം കണ്ടു. എന്റെ പ്രത്യാശയാണത്. രക്തത്തിന്റെ ഫലമാണത്. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങൾ. ഇന്നും പകലിൽ പറയാമോ? രക്തത്തിന്റെ ഫലമാണത്. രക്തത്തിൻ ഫലമായി വാഴുമേ. എത്ര മനോഹരമാകുന്ന ഒരു ഭാഗ്യമായിരുന്നു ഈ ലോകത്തിന് തരാൻ പറ്റാത്ത ഭാഗ്യം. നിത്യതയ്ക്ക് മാത്രം നമ്മളിലേക്ക് തരാൻ പറ്റുന്ന ഭാഗ്യം. കാൽവറിയുടെ കുലകളത്തിൽ നമ്മൾക്ക് വേണ്ടി മരിച്ച ആ നല്ലതാവട്ടെ വിലയേറിയ സ്നേഹത്തിന്റെ ഭാഗമാണ് ഞാൻ അനുഭവിക്കുന്ന ഈ ഭാഗ്യം. പറയാമോ? രക്തത്തിന്റെ ഫലമാണിത്. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങൾ. പറയാമോ? അകത്ത് പ്രത്യാശ വർദ്ധിക്കുന്നവർ പറയാമോ? ചേർന്ന് നിത്യമാം സന്തോഷം പ്രാപിക്കും വന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും സാനന്ദം പാടിയിടും. ശ്രീയേശു രാജൻ മുൻപാകെ. പറയാമോ? നിത്യമാകുന്ന സന്തോഷം. നിത്യമാം സന്തോഷം പ്രാപിക്കും വന്നു ഞാൻ. എൻ ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിയിടും സാനന്ദം പാടിയിടും. ശ്രീയേശു രാജൻ മുൻപാകെ. ആനന്ദത്തോടൊന്ന് പാടിയാണ്. ആനന്ദം കൂടി സാനന്ദം പാടിയിടും. ശ്രീയേശു രാജൻ മുൻപാകെ. എന്റെ പ്രത്യാശയാണ്. ഏതെല്ലാം വിഷയം വന്നാലും ഏതെല്ലാം പ്രതിസന്ധി വന്നാലും എത്രയെല്ലാം കഠിന ശോധന വന്നാലും എന്റെ പ്രത്യാശയ്ക്ക് ഒരു ഭംഗവും വരത്തില്ല.
കാരണം എൻ്റെ പ്രത്യാശ ഈ ഭൂമിയിലുള്ള ഒന്നിനകത്തും അല്ല. എൻ്റെ പ്രത്യാശ നിത്യതയിലാണ്. എന്റെ ശത്രുവിന് എന്റെ രക്ഷയെ കെടുത്താൻ പറ്റത്തില്ല. കർത്താവിനെ രക്ഷിച്ച എന്റെ രക്ഷയുണ്ടല്ലോ, ദൈവം എനിക്ക് ദാനമായി തന്ന ആ ദാനമാണെന്ന് ബോധ്യമുള്ളവർ അതരം തുറന്ന് അല്പനിമിഷം ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആനന്ദം ആനന്ദം പാടി സാനന്ദം പാടി ശ്രീയേശു രാജൻ മുൻപാകെ. രക്ഷയിൻ പദവിയാണ്, രക്ഷയിൻ പദവിയ വീണ്ടന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. രക്ഷയുടെ പദവിയാണ്, രക്ഷയിൻ പദവിയ വീണ്ടന്നെ ആത്മാവിൻ ദാനത്തെ നൽകി നീ. തന്റെ മകനാക്കിയതേ, തൻ മകനാക്കി നീ വൻഷമയേകി നീ ആനന്ദം നൽകിയതാ. തന്റെ മകനാക്കി, തൻ മകനാക്കി നീ വൻഷമയേകി നീ ആനന്ദം നൽകിയതാ. ചോദിക്കാമോ, എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ചോദിക്കാമോ, ഇന്ന് പകലിൽ എന്ത് കണ്ടിട്ടാ കർത്താവേ? എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. പറയാമോ, എന്റെ സാക്ഷ്യത്തിന്റെ വരികൾ മാറിയ പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു ഭക്തനായൊരു നാളിലും. ഒന്ന് തിരിഞ്ഞു നോക്കിയ പാപിയായിരുന്നൊരു കാലത്തും ഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എങ്ങനെ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ. എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ. യോഗ്യനല്ല യോഗ്യനല്ല ഇതു പ്രാപിപ്പാൻ, ഇതു കൃപയതാ യേശുവേ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒരർഹതയില്ലാത്ത സമയത്ത് കർത്താവ് നമ്മളെ സ്നേഹിച്ചു. തിരുവചനം പറയുന്നു, ഇത് കൃപയുടെ ഭാഗമാണ്, ഇത് കൃപയുടെ ദാനമാണ്. ഇട്ടിരിക്കുന്ന വസ്ത്രവും സഞ്ചരിക്കുന്ന വാഹനവും പാർക്കുന്ന ഭവനവും ദൈവം തന്നിരിക്കുന്ന തലമുറകളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. രക്ഷയുടെ വീണ്ടെടുപ്പിന്റെ ഭാഗമാണ്. ദൈവം നൽകിയ വാഗ്ദത്തങ്ങളുടെ ഭാഗമാണ്. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് ആമേൻ പറയും? പ്രിയരെ, ഭൂലോകമെമ്പാടും കൊറോണയുടെ ബുദ്ധിമുട്ടുകളെല്ലാം അലയടിക്കുന്ന ഈ സമയത്ത് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായിരിക്കും.
ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾ അത് എന്നാണെങ്കിൽ അത് എന്ന് തന്നെയായിരിക്കും. സാഹചര്യം നോക്കി ദൈവം നമ്മളോട് ദൂത് പറയാറില്ല, ദൈവം നമ്മളോട് വാഗ്ദത്തം പറയാറില്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ ദൈവം വിശ്വസ്തനാണ്. സന്തോഷത്തോടെ ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ ഒരുമിച്ച് ആമേൻ പറയാൻ പോകുക. സാഹചര്യം പ്രതികൂലമാണെങ്കിലും ഞാൻ അതിനകത്ത് ഭയപ്പെടത്തില്ല. കാരണം എന്നോട് കൂടെയുള്ളവൻ ആമേൻ ആമേൻ ശത്രുവിനേക്കാൾ പ്രബലനും ശക്തനുമാണ്. സന്തോഷത്തോടെ ആ കരമെല്ലാം ഒന്ന് ചേർത്ത് കൊട്ടി ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ആ നല്ല കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം.
വാഗ്ദത്തങ്ങൾ താമേ ഉടുതൽ നൽകും വചനങ്ങൾ ആമേ വിശ്വാസത്താൽ ആമേൻ പറയും സ്തോത്രത്തോടെ ആമേൻ പറയും പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ ആമേൻ വിശ്വാസത്താൽ ആമേൻ പറയും പ്രാർത്ഥനയോടെ ആമേൻ പറയും സ്തോത്രത്തോടെ ആമേൻ പറയും ആമേൻ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി നല്ലവനല്ലോ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ ഓ അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ ചെറുത് പാടാമോ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനാകയാൽ അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് അവൻ നല്ലവനല്ലോ സ്തുതി എന്നും അവന് സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ സൈന്യത്താലെയല്ല ശക്തിയാലെയല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ ചേർന്ന് ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവം ചേർന്ന് ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ ചേർന്ന് പണിയാ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ കുരമാരി വരട്ടെ ദൈവസഭ പണി ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവം ചേർന്ന് ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ ഇന്ന് പകലിൽ പകർന്നു കിടക്കുന്നതിനെ ദൈവം പണിയുന്ന നിമിഷങ്ങളായി മാറുക പകർന്നു കിടക്കുന്ന ജീവിതത്തെ ദൈവസഭകളെ നാം ആകുന്ന കൂടാരത്തെ ദൈവം പണിയുന്ന നിമിഷങ്ങളായി തീരുക അവരെ തുറന്ന് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാണ് ഹല്ലേലൂയ പാടുമ്പോ ദൈവം നമ്മൾക്കായി പണി നടത്തുന്നു ഇടിഞ്ഞു കിടക്കുന്നതിന്റെ ഭവനത്തിന്റെ പണി ഇടിഞ്ഞു കിടക്കുന്നതിന്റെ ജീവിതത്തിന്റെ പണി ഇടിഞ്ഞു കിടക്കുന്നതിന്റെ കുടുംബ ജീവിതത്തിന്റെ പണി ഇടിഞ്ഞു കിടക്കുന്നതിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന്റെ പണി കുലമാരി വരത്തിന് നേരെ ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ പണി ആർത്തുപാടി സ്തുതിക്കാം ഇന്ന് പകലിൽ ആ നാമത്തെ ഉയർത്തി തുടങ്ങിയാണ് ഓ ആർത്തുപാടി സ്തുതിക്കുവാൻ ഹല്ലേലൂയ പറയുവാൻ ഒരേ ഒരു നാമം ഉയർത്തുവാൻ ഇന്ന് പകലിലും നമുക്ക് ഒരേ ഒരു നാമമേ ഉള്ളൂ. കഷ്ടതയിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ, കണ്ണുനീരിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ, ഏത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ ഇരിക്കുന്നവൻ, കൂരിരുളായാലും താഴ്വരയായാലും പർവ്വതത്തിലാണേലും താഴ്വരയിലാണേലും നമ്മളോട് കൂടെ ഇരിക്കുന്നൊരു നല്ല കർത്താവ്. ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നവരുണ്ടെങ്കിൽ കണ്ണുകളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് അടച്ചിട്ട് പറയാമോ, ദൈവമേ നിന്റെ സ്നേഹത്തിനായി നന്ദി. പ്രിയരെ, പ്രതിസന്ധി വരുമ്പോൾ വിട്ടേച്ചിട്ട് പോകുന്ന ഒരു കർത്താവിനെ അല്ല നാം ആരാധിക്കുന്നത്. അവന്റെ ഹിതം നമ്മളിൽ നിറവേറ്റി അവന് ഇഷ്ടമുള്ളിടത്തേക്ക് നമ്മളെ നയിക്കുന്ന ഒരു നല്ല കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. അവന്റെ ഹിതത്തിനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ഹൃദയമെല്ലാം ഒന്ന് തുറന്ന് നമുക്ക് പറയാം, നിൻ ഹിതം പോലെ എന്നെ നയിക്കണമേ, പോകേണ്ട വഴി എന്നെ കാണിക്കണം. അത്
കൂരിരുളായാലും താഴ്വരയായാലും ഏതവസ്ഥയായാലും അങ്ങയുടെ ഹിതം വെളിപ്പെടുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ദൂതന്മാർ ആരാധിക്കുന്ന ഭാഷയിൽ ഹല്ലേലൂയ പറഞ്ഞ് ആരാധിക്കുവാൻ. കൂരിലാണെങ്കിലും താഴ്വരയാണെങ്കിലും നമ്മളോട് കൂടെ നടക്കുന്ന ആ നല്ല കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് എത്ര പേര് സ്തോത്രം ചെയ്യുന്ന കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കർത്താവിനെ, എല്ലാ നാമത്തിനും മേലായ നാമമുള്ള ആ നല്ല കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. ശ്രീയേശു നാമം അതിശയ നാമം, അതിനകത്ത് അതിശയമുണ്ട്, അതിനകത്ത് വീര്യപ്രവൃത്തികളുണ്ട്, വിശ്വസിക്കുന്നവർക്കും രക്ഷയുമുണ്ട്. സന്തോഷത്തോടെ ആ കരമെല്ലാം ഒന്ന് ചേർത്തടിച്ച് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി ആരാധിക്കാം.
എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിലും മേലായ നാമം ഭക്തർ ജനം വാഴ്ത്തും നാമം.
ഞങ്ങൾ കുറയണം, അങ്ങ് വളരണം, അങ്ങയുടെ രാജ്യം വളരണം. ഞങ്ങളുടെ ആരാധനയ്ക്ക് കാരണക്കാരനാകുന്നു, ഞങ്ങളുടെ സ്തുതികൾക്ക് കാരണക്കാരനാകുന്ന, ഞങ്ങളുടെ കുടുംബത്തെ നിലനിർത്തുന്നവനാകുന്ന, ഞങ്ങളുടെ ഭവനത്തിന്റെ അടിസ്ഥാനമാകുന്ന നല്ല കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി നന്ദി. ഇന്ന് പ്രഭാതത്തിൽ നാം കർത്താവിനെ ആരാധിക്കുന്നതിനകത്ത് ദൈവ സാന്നിധ്യത്തിന്റെ അളവറ്റ അനുഭവം നമ്മളിലേക്ക് കർത്താവ് തന്നുകൊണ്ടിരിക്കുക. ഈ ദൈവത്തെ പോലെ മറ്റൊരു ദൈവത്തെ നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലും അവൻ നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, അവൻ നിലനിർത്തിയതാണ്. നമുക്ക് പറയാനും നമ്മുടെ സാക്ഷി ഇത്രയേ ഉള്ളൂ, അങ്ങേ പോലൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് പറയാമോ? കണ്ണുകളെല്ലാം ഒന്ന് അടച്ചു. അങ്ങേ പോലൻ ദൈവമേ ആരുള്ളിലോകെ, അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയന്. എന്നെ പോലൊരു ദൈവത്തെ ഞാൻ കണ്ടു. അങ്ങിലല്ലാതെ ഞങ്ങളുടെ ആശ്രയം മറ്റാരും. ആരാധന ചുമ്മായി ഒന്ന് സമർപ്പിക്കും. പറയാമോ? നിന്റെ വചനത്താൽ എന്നെ കഴുകണം, നിന്റെ ഹിതം എന്നിലേക്ക് അവിടെ നിറവേറ്റണം, ഞങ്ങളുടെ വാഗ്ദത്തത്തിന്റെ നിവർത്തി ഞങ്ങളിലേക്ക് അവിടെ ഒഴുകണം. ഇന്ന് പകലിലും അങ്ങയുടെ അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക്. എന്റെ ദൈവം, എൻ ദൈവമേ അങ്ങേക്ക് ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഒരിക്കൽ കൂടെ ഓർത്തിടുമ്പോ, ഓർത്തിടുമ്പോ അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഓർത്തുപാടാം. ഓർത്തിടുമ്പോൾ എനിക്കത് അത്ഭുതമേ, സ്തോത്രമല്ല വേറൊന്നുമില്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
പോറ്റും പുലർത്തിയിടും അപ്പനമ്മ അറിയും മുൻപേ നിത്യതയിൽ കണ്ടു എന്നെ എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തി. അതുകൊണ്ട് ആദിയില്ല തെല്ലും വീതിയില്ല ആദ്യനുമേ യേശു അന്ത്യനുമേ ആദിയില്ല തെല്ലും വീതിയില്ല ആദ്യനുമേ യേശു അന്ത്യനുമേ. അഭിഷേകം എൻ സമ്പത്താണേ തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണേ തുല്യം ചൊല്ലാൻ വേറൊന്നു. അഭിഷേകം എൻ സമ്പത്താണേ തുല്യം ചൊല്ലാൻ വേറൊന്നു. അതുകൊണ്ടാദിയില്ല തെല്ലും വീതിയില്ല ആദ്യനുമേ യേശു അന്ത്യനുമേ. സമ്പത്തായിട്ടുള്ളവർ എന്റെ സകല പ്രശ്നത്തിലും എന്നോട് കൂടെ വയ്ക്കുന്നവര് be